ഹലോ ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ ഇന്ന് ഒരു മീൽ പ്രെപ്പിംഗ് ഡേ ആണ്. ഒരാഴ്ചത്തേക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ നമുക്ക് പിന്നെ എളുപ്പമാകും. ഫുൾ വീക്ക് നമുക്ക് കുക്കിംഗ് ഒന്നും അധികം ചെയ്യേണ്ടി വരില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഇന്ന് റെഡിയാക്കി വെക്കാനാണ് പോകുന്നത്. കുറച്ച് എക്സ്ട്രാ മീറ്റൊക്കെ ഇന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രെപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ കാര്യമായിട്ട് റെസിപ്പീസും സംഭവങ്ങളൊന്നും ചിലപ്പോൾ കാണില്ല. പക്ഷേ ഒരു ഐഡിയ കിട്ടും ഞാൻ എങ്ങനെയാണ് ഇവിടെ മീൽ പ്രെപ്പ് ചെയ്യുന്നത്. ആദ്യം മീറ്റിൻ്റെ പരിപാടികളൊക്കെ ചെയ്യാം. കുറച്ച് ചിക്കൻ ഉണ്ട്, ഒരു പീസ് ബീഫുണ്ട് ആൻഡ് കുറച്ച് മിൻസ്ഡ് മീറ്റ് ഉണ്ട്. ഇത് ബീഫ് തന്നെ. അപ്പം ഇത് വെച്ച് പല പല കാര്യങ്ങൾ ചെയ്യാനാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ ആദ്യം മീറ്റിൻ്റെ പരിപാടി തുടങ്ങിയാൽ, കാരണം എനിക്ക് കയ്യിൽ അങ്ങനെ മീറ്റ് ആവുന്ന അധികം ഇഷ്ടമല്ല. അപ്പോൾ അതൊന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാവും. പൊടുതാച്ചിട്ട് ബീഫ് ഞാൻ വിചാരിച്ചത്ര ബീഫ് എനിക്ക് കിട്ടിയില്ല. അതാ ഒരു വലിയൊരു സ്റ്റേക്ക് പീസ് ആണ്. ഇതിൻ്റെ അകത്ത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ 3/4 എടുത്ത് ഒരു സ്ലോ കുക്കർ പുൾഡ് ബീഫ് ഉണ്ടാക്കാനും ബാക്കി ചെറിയൊരു പോർഷൻ എടുത്ത് ഒരു സ്റ്റർ ഫ്രൈ ഉണ്ടാക്കാനുമാണ്. കാരണം നമുക്ക് മാക്സിമം ഓരോ ഐറ്റത്തിൽ നിന്നും കിട്ടണം, അതാണ് ഉദ്ദേശം. സ്റ്റർ ഫ്രൈക്കുള്ളത് ഞാൻ മാറ്റി വയ്ക്കുക. ഇതുപോലെ എല്ലാം റെഡിയാണെങ്കിൽ പിന്നെ നമുക്ക് എളുപ്പമാണല്ലോ പിന്നെ ഉണ്ടാക്കാനായിട്ട്. സ്ലോ കുക്കറിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുമിച്ച് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് ഒരു 4-5 മണിക്കൂർ ഈ സ്ലോ കുക്കർ അങ്ങ് ഓടിച്ചാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചൂടായിട്ടുള്ള ഫുഡ് നമുക്ക് കഴിക്കുകയും ചെയ്യാം, നമുക്ക് നല്ലപോലെ പണി കുറയുകയും ചെയ്യും. അപ്പോൾ ഞാൻ സ്ലോ കുക്കറിലോട്ട് ഈ ബീഫും സോസും എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. അടുത്തത് കുറച്ച് ചിക്കൻ റെഡിയാക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഒരു സെറ്റ് ഒരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനും ബാക്കി ഒരു 2 പീസ് എടുത്ത് പിള്ളേർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഷ്രെഡഡ് ചിക്കൻ, അതായത് ചിക്കൻ നമ്മൾ ജസ്റ്റ് ബോയിൽ ചെയ്തിട്ട് അത് ഷ്രെഡ് ചെയ്ത് വെച്ചാൽ സാൻഡ്വിച്ചസിനും പാസ്തയ്ക്കും ഒക്കെ പിന്നെ എളുപ്പത്തിൽ യൂസ് ചെയ്യാം. അതാണ് ഈ ചിക്കനായിട്ടുള്ളൊരു പ്ലാൻ. ഈ മീറ്റെല്ലാം ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ആ ഏരിയ മൊത്തം ഒന്ന് തുടച്ച് വൃത്തിയാക്കി സാനിറ്റൈസ് ചെയ്തെടുക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലേ പിന്നെ ഈ മീറ്റിൽ നിന്ന് വരുന്ന ബ്ലഡും എല്ലാം എല്ലായിടത്തും ആയിട്ട് അല്ലെ അതിൻ്റെ വെള്ളത്തിനും ഒക്കെ ഒരുപാട് ജേംസ് ഉണ്ടല്ലോ. അപ്പം ഈ റോ മീറ്റ് ഹാൻഡിൽ ചെയ്തേക്കുന്ന ഏരിയ അപ്പോൾ തന്നെ സാനിറ്റൈസ് ചെയ്യാനോ പിന്നെ അതുപോലെ തന്നെ സിങ്കും നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ പിന്നെ നമുക്ക് ബാക്കി വെജിറ്റബിൾസിലോട്ടും ബാക്കി കാര്യങ്ങളിലോട്ടും ഒക്കെ പോവാം. ബട്ടർ ചിക്കനുള്ള മാരിനേഷൻ ചെയ്യാം. ചിക്കൻ്റെ മാരിനേഷൻ വലിയ ആർഭാടമൊന്നുമില്ല. ജസ്റ്റ് തൈര്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ കുറച്ച് ഗരം മസാല. ബ്രോത്ത് പോലെ ഉണ്ടാക്കിയിട്ട് ഒരു ഷ്രെഡഡ് ചിക്കൻ ഉണ്ടാക്കാനാണ്. ഇത് ഭയങ്കര ഈസിയാണ്, പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല.
പിന്നെ ഓഫ്കോഴ്സ് ദോശ, ഇഡ്ഡലി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ രാവിലത്തെ പരിപാടി എളുപ്പമായല്ലോ. അപ്പം ദോശയ്ക്ക് വേണ്ടി ഒന്ന് കുതിർത്ത് വയ്ക്കാം. ബൊലോനേസിന്റെ പരിപാടി തുടങ്ങാൻ പോവാണ്. അപ്പോൾ അത് പാസ്തയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ബീഫ് ബൊലോനേസ്. ഞാൻ കൂടുതലും ഫ്രോസൺ വെജിറ്റബിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് എപ്പോഴും ഒന്നും ഇതുപോലെ കുക്കിംഗ് നടക്കാറില്ല. അപ്പം ഫ്രഷ് മേടിച്ച് വെച്ചാൽ ഇപ്പം ഈ നമ്മുടെ ഗാർഡനിൽ തന്നെ ഉണ്ടായ കുറേ ഒലിവ്സ് ഉണ്ടായിരുന്നു. അത് കുറേ നാളായി ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ട്. പക്ഷേ അത് ഞാൻ ഓർത്തു ഇനിയിപ്പോൾ നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള പിക്കിളാക്കാമെന്ന്. ഞാനാണെങ്കിൽ ഇതുവരെ പിക്കിളിട്ടിട്ടുമില്ല. അപ്പോൾ അത് അമ്മേനെ ഫോൺ വിളിച്ച് ചോദിച്ച് റെസിപ്പി എല്ലാം ചോദിച്ച് ഒരു പിക്കിൾ ട്രൈ ചെയ്യുന്ന ശ്രമത്തിലാണ് ഇവിടെ. പക്ഷെ ഞാൻ വിചാരിച്ചതിനെക്കാട്ടി അടിപൊളിയായിട്ട് ഇത് വന്നിട്ടോ. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ കൊടുത്തു. എല്ലാവർക്കും അത്യാവശ്യം നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പം തന്നെ ഞാനിവിടെ കയറിയിട്ട് 1.5 മണിക്കൂറായി. പക്ഷെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു മീലായിട്ടില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇതാണ് മീൽ പ്രപ്പിൻ്റെ ചെറിയൊരു പ്രശ്നം. നമ്മൾക്ക് ടൈം എടുക്കുകയും ചെയ്യും, പക്ഷേ ഒന്നും സബ്സ്റ്റാൻഷ്യലായിട്ട് കാണില്ല. പക്ഷേ ഈ ഒരു ടൈം ഞാനിപ്പോൾ കഷ്ടപ്പെടുമ്പം റെസ്റ്റ് ഓഫ് ദ വീക്ക് ഭയങ്കര എളുപ്പമായിരിക്കും എനിക്കെല്ലാം. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഹോപ്പ്. ആൻഡ് അതിനുവേണ്ടി ഒരു ദിവസം കുറച്ച് നേരം ഒന്ന് കഷ്ടപ്പെട്ടാൽ അത് ഭയങ്കര ഒരു റിസൾട്ട് വരും. ഇത് നമ്മുടെ ബട്ടർ ചിക്കന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ആദ്യം ഒന്ന് വറക്കുകയാണ്. ബൊലോനീസിന് വേണ്ടിയിട്ടുള്ള ക്യാരറ്റും ബ്രോക്കലിയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും രുചിയോട് ചോദിച്ചാൽ ഇതെന്താ ബീഫ് തോരനാണോ? വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തെടുത്താൽ പിള്ളേർക്ക് വെജിറ്റബിൾസ് കുറച്ചുകൂടെ അടുത്താവുള്ളൂ. അല്ലെങ്കിൽ ക്യാരറ്റിനോട് മൊത്തത്തോടൊന്നും കൊടുത്തിട്ട് കഴിക്കുകയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം എക്സ്പെരിമെൻറ്റ് ചെയ്ത സുക്കീനി ചോക്ലേറ്റ് ബ്രൗണീസ് ഭയങ്കര സക്സസ് ആയി. അതുകൊണ്ട് ഞാനത് ഒന്നുകൂടി തവണ ഉണ്ടാക്കി. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ട്രീറ്റ്സ് ഉണ്ടാക്കുന്നത്. ബനാന ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു പെട്ടെന്നൊരു ബനാന ബ്രെഡ് കൂടെ ഉണ്ടാക്കാം. എൻ്റെ വീട്ടിലെപ്പം പഴം പഴുത്തു പോയാലും ഞാൻ ബനാന ബ്രെഡ് ഉണ്ടാക്കും. കാരണം ഹെൽത്തിയാണ്. പിന്നെ അതുപോലെ പഴം പിന്നെ വേസ്റ്റ് ആക്കുന്നുണ്ടല്ലോ. ഒരു ചെറിയ പ്രശ്നമുണ്ട്. എൻ്റെ വീട്ടിലെ ഷുഗർ തീർന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ളത് ഈ ഐസിങ് മിക്സ്ചറാണ്. അത് എത്രത്തോളം ശരിയാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ട്രൈ നോക്കാം.
ഈ മെഷീൻ എന്തായാലും പുറത്തിരിക്കുക. അപ്പോൾ ഞാനോർത്ത് എന്നാൽ പിന്നെ ഇതിൽ തന്നെ നമുക്ക് ചിക്കനൊക്കെ ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കാം. ഇതെന്താ നല്ല അടിപൊളിയായിട്ട് ഷ്രെഡ് ചെയ്ത് കിട്ടി. അപ്പോൾ ഇതിനി നമുക്ക് സാൻഡ്വിച്ചിലും ഒക്കെ ഇടാം. ആൻഡ് ഓഫ് കോഴ്സ് ഈ വെള്ളം നമ്മൾ വേസ്റ്റ് ചെയ്യില്ല. ഇതൊരു നല്ല ചിക്കൻ ബ്രോത്ത് സൂപ്പാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കുടിക്കാം. അല്ലെങ്കിൽ ഈ പറയുന്ന പാസ്തയിലൊക്കെ നമുക്ക് പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ വെള്ളം യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. ആരെങ്കിലും ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ സ്റ്റെപ്പ് മിസ് ചെയ്യരുത്. കാരണം നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ഗ്രേവി, ആ ഒരു അണിയൻസിൻ്റെ മീറ്റും ഒക്കെ ചേർത്തിട്ടുള്ളൊരു ഗ്രേവി നമ്മൾ സീവ് ചെയ്തെടുക്കണം, അതായത് അരിച്ചെടുക്കണം. എന്നാൽ മാത്രമേ ആ ഒരു ബട്ടർ ചിക്കൻ്റെ കൺസിസ്റ്റൻസി വരുള്ളൂ. കുക്കിംഗ് എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേനും അടുക്കളയുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഇത് വൃത്തിയാക്കാൻ എന്തോ ടെക്നിക്ക് ഉണ്ടായിരുന്നില്ല. ഞൊട്ട് ശരിയായില്ലല്ലോ, ഞൊട്ട് അങ്ങനെ ഇപ്പം ശരിയായി. അപ്പോൾ ഇന്നത്തെ മീൽ പ്രപ്പിൽ നമ്മൾ ഉണ്ടാക്കിയ ഐറ്റംസ് ഇതൊക്കെയാണ്: ബീഫ് ബൊലോനീസ്, ഓലിവ് പിക്കിൾ, ഷ്രെഡഡ് ചിക്കൻ, ബട്ടർ ചിക്കൻ ആൻഡ് ബ്രോത്ത്. പിന്നെ സ്ലോ കുക്കറിൽ നമ്മൾ ബീഫ് വെച്ചിട്ടുണ്ട്. ആൻഡ് അവനിൽ നമ്മുടെ 2 കേക്കും വെച്ചിട്ടുണ്ട്, ബനാന ബ്രെഡും മറ്റേ സുക്കീനി ബ്രൗണീസും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ മീൽ പ്രപ്പ് വീഡിയോ. ഞാൻ അടുത്ത ആഴ്ച പറയാം ഈ മീൽ പ്രപ്പ് എത്ര ദിവസം നിന്നോന്നും എത്ര യൂസ്ഫുൾ ആയെന്നും ഒക്കെ. അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരാഴ്ച ആയിരിക്കട്ടെ. ബൈ.